രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുപ്രധാനമായ ഒരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നു. അഭിപ്രായ സർവേകളെ സാധൂകരിക്കുന്ന ഫലങ്ങളാണ് എക്സിറ്റ് പോളിൽ നൽകുന്നത്. NDA സഖ്യം മൂന്നാമതും വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുമെന്ന് പറയുന്നു. കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കും എന്നുള്ള പ്രവചനവും വരുന്നുണ്ട്. നമ്മളോടൊപ്പം ചേരുന്നത് ഇന്ന് അതിഥിയായി ഇപ്പോൾ ചേരുന്നത് BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ RS രാജീവാണ്. ഈ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ 3 വരെ സീറ്റുകളാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. ഈ ഒരു ഫലം എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ ചിട്ടയായിട്ടുള്ള കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ പ്രവർത്തനം, ആ പ്രവർത്തനത്തിൻ്റെ ഭാഗവും മറ്റ് സ്ഥാനാർത്ഥികളുടെയൊക്കെ മികവും എല്ലാം കൊണ്ടും അതോടൊപ്പം തന്നെ കേരളത്തിലെ 2 മുന്നണികളോടുള്ള ജനങ്ങളുടെ എന്തെന്ന് പറയാനൊരു വെറുപ്പ്, ആ വെറുപ്പിനെതിരായിട്ടുള്ള വികാരം ശരിക്കും പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ഞങ്ങൾ 3 പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരു 6ന് മുകളിലോട്ടുള്ള ഒരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ജനങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണ അത്രമാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ പലരും പറയാതെ പോയ സാധനം ഇന്നിറങ്ങിയിട്ടുള്ള മുഴുവൻ സർവേകളിലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നത് അത്ര രീതിയിലുള്ള ഒരു സംഘടനാ പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചു. ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് BJPക്ക് NDAക്ക് കേരളത്തിനകത്ത് ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത്. ഈ 2 മുന്നണികളെ ഒരു പാർട്ടി അല്ലെങ്കിൽ എന്ന് തന്നെ പറയാം, പാർട്ടി നേരിടുമ്പോൾ ആ ഒരു ചാലഞ്ച് ഇപ്പം അതൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ പോയിക്കൊണ്ടിരുന്ന 2 മുന്നണികളുടെ ഇടയ്ക്കാണ് BJP പുതിയൊരു രാഷ്ട്രീയവുമായി വരുന്നത്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ 0 പ്രതീക്ഷിച്ചിരുന്നിട്ടാണ് ഇപ്പോൾ 3 സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു വളർച്ചയെ അല്ലെങ്കിൽ ആ ഒരു എഫേർട്ടിനെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? തീർച്ചയായിട്ടും സംഘടനാ തലത്തിൽ സംഘടനയുടെ പ്രവർത്തകരുടെ കഴിഞ്ഞ കുറേ വർഷത്തെ ഒരു 1.5-2 വർഷത്തെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. 2 മുന്നണികൾ മാത്രമല്ല, നമുക്ക് മനസ്സിലാവും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തെ മാത്രമല്ല ഇന്ത്യയുടെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള വേട്ടയാടൽ രാഷ്ട്രീയമാണ് നടക്കുന്നത്. കോൺഗ്രസും ഇന്ത്യ മുന്നണിക്ക് കാണിച്ചാൽ പക്ഷേ നിഷ്പക്ഷത ചമയുന്ന മാധ്യമങ്ങൾ പോലും നമുക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ മുന്നണിയുടെയും കേരളത്തിൽ യഥാർത്ഥത്തിൽ NDA മുന്നണിയായിട്ട് തന്നെയാണ് മത്സരിച്ചത്. അത് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ മുന്നണികളുടെ എന്തെന്ന് പറയാൻ ഒരേ തോൽ പക്ഷികളാണ്. ഇവരുടെ ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. അത് ഏറെക്കുറെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് ഈ ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലോട്ട് കേരളം പോയി കഴിഞ്ഞാൽ CPM ഒരു വോട്ട് പോലും കിട്ടാത്ത സാഹചര്യമാണ്. കാരണം ജനങ്ങൾ വെറുത്തുപോയി, അത്രത്തോളമാണ് ഈ ഭരണത്തെ കൊണ്ട് ജനങ്ങൾ വെറുത്തുപോയി. മറ്റൊരു സമയത്ത് നോക്കുമ്പോൾ അപ്പുറത്ത് ദേശീയ ധാരയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സ്റ്റെബിലിറ്റി ഉള്ളൊരു ഗവൺമെൻറ്, അതാണല്ലോ രാജ്യത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഗവൺമെൻറ് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൽ കേരളത്തിൽ നിന്ന് പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ 6 പതിറ്റാണ്ടുകളായി പലരും നമുക്കറിയാം 2009 ഗവൺമെൻറ്റിൽ 6 കേന്ദ്രമന്ത്രിയുമാണ് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. രാജഗോപാൽ ഒറ്റയ്ക്ക് മന്ത്രിയായിരുന്നപ്പോൾ ചെയ്യാൻ സാധിച്ച ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം V മുരളീധരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിനകത്ത് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അതിൻ്റെ ഒന്നും നമുക്കറിയാം ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് സമ്പത്ത് ഉൾപ്പെടെ നിരവധി ആൾക്കാരെ ഡൽഹിയിൽ മീഡിയേറ്ററായിട്ട് നിയമിച്ചു. എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? അവർക്ക് ഈ ഖജനാവിൽ നിന്നും വീണ്ടും പൈസ കൊടുക്കുന്നതല്ലാതെ ഇതൊക്കെ ജനങ്ങളിന്ന് നേരിട്ട് അറിയുകയാണ്. മറുവശത്ത് നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള എല്ലാ പദ്ധതികളും അവരുടെ പോക്കറ്റുകളിലേക്കാണ് വരുന്നത്. അവർക്ക് ഈ തൊഴിലുറപ്പായിരുന്നാലും എല്ലാ പദ്ധതികളും കിസാൻ സമ്മാന നിധി ആയിരുന്നാലും എല്ലാ പദ്ധതികളിലും അവരുടെ കിട്ടേണ്ട വിഹിതം അവരുടെ പാക്കറ്റിലേക്ക് വരുന്നു. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു. കേരളത്തിലൊരു മാറ്റത്തിൻ്റെ ഒരു കാഹളമാണ് ശരിക്കും ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോടുകൂടി ഇടതു മുന്നണിയും കോൺഗ്രസും തമ്മിലുള്ള കൂട്ടുകച്ചവടവും ഒത്തുകളി രാഷ്ട്രീയവും ഇതോടുകൂടി അധപ്പതിക്കുകയാണ്. അതിന് വേദിയാകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ ഈ വിജയം എന്നുള്ളത് അടിവരയിട്ട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ BJP എക്കാലവും കേരളത്തിൽ ഉയർത്തിയ ആരോപണമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം. LDFും UDFും അവരുടെ മേഖലകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവർ പ്രവർത്തിക്കുന്നു. അഴിമതിയിലായാലും മറ്റു കാര്യങ്ങളിലായാലും അവർ ഒരുമിച്ചാണ്. മാത്രമല്ല BJP വിജയിക്കാനിടയുള്ള സ്ഥലങ്ങളിൽ അവർ ക്രോസ് വോട്ടിംഗ് ചെയ്ത് BJPയെ തോൽപ്പിക്കുന്നു. പക്ഷേ ഇത്തവണ UDFിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ആരോപണം വരുന്നത്. അതായത് BJPയും LDFുമായി ഡീലുണ്ട് പല മണ്ഡലങ്ങളിലും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്ന പല
ആരോപണങ്ങളിലും കേന്ദ്ര ഏജൻസികളുടെ നയം മെല്ലെപ്പോക്കാണ്, ഇതൊരു ഡീലിൻ്റെ ലക്ഷണമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ BJPക്ക് അങ്ങനെ ഒരു ഡീലിൻ്റെ ആവശ്യമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? 100% ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ഡീലിൻ്റെ ആവശ്യകത ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുപോലെയാണ്. കാരണം രണ്ടുപേരും ഒരേ തൂവൽ പക്ഷേ നമുക്കറിയാം ഇപ്പോൾ സോളാർ സമരത്തിൽ BJPയാണ് പറഞ്ഞത് ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്, ഇത് പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. ഇതിവിടെ തീർത്തതിൻ്റെ പിന്നിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തീർത്താണ്. ഇന്ന് പുറത്ത് വന്നില്ലല്ലോ, ഇന്ന് അതിൻ്റെ വസ്തുത വന്നല്ലോ. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, ഏത് വിഷയം എടുത്തു നോക്കിയാലും തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കേരളത്തിനകത്തുണ്ട്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാർ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിനകത്ത് ബംഗാളിൽ സംഭവിക്കാൻ പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് എത്ര MLA-മാരുണ്ട്? കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് MLA-മാരുണ്ട്. കോൺഗ്രസ് തകർന്നു കേരളത്തിൽ. ലീഗും കേരള കോൺഗ്രസും എല്ലാം കൂടെ ചൂടുമ്പോഴാണ് കോൺഗ്രസ് എന്നുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് എത്ര സീറ്റുണ്ട്? കേരളം വിലയിരുത്തേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾ മുന്നേറുന്ന സ്ഥലത്തൊക്കെ 3-ാം സ്ഥാനത്ത് പോകാൻ പോവുകയാണ്. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണോ? കേരളം വെറുക്കുകയാണെന്നേ, കേരളം മാർക്സിസ്റ്റ് പാർട്ടിയെ വെറുക്കുകയാണ്. ബംഗാളിലും ത്രിപുരയിലൊക്കെ വെറുത്തത് കണക്ക് നമുക്കറിയാലോ. നമുക്കൊരു രൂപയുടെ അരി പോലും വാങ്ങിച്ചു കൊഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോകണം. ഒരു ഭരണം നടത്താൻ പറ്റില്ല. അവർക്കറിയാവുന്ന ഒരു കാര്യം സമരം മാത്രമാണ്. ഭരണം നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല. കണ്ടില്ല, അഴിമതി, അഴിമതി. അന്ന് കുറ്റം പറഞ്ഞവർ ഇന്ന് അവരും പൈസ വാങ്ങിക്കുന്നു. അങ്ങനെ എങ്ങനെ ഭരണം നടത്തണമെന്ന് അറിഞ്ഞൂടാ. ദുട്ടുമതി അവർക്കെല്ലാം. പണ്ട് VS പറഞ്ഞ കണക്ക് ദുട്ടുമതി, അവർക്ക് ദുട്ടുണ്ട് എന്നുള്ളതാണ്. അതാണല്ലോ നമ്മൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളിലൂടെയൊക്കെ കാണുന്നത്. ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ജനം ഒരിക്കലും ഇനി വിഡ്ഢിയാവാൻ വേണ്ടി കേരളത്തിലെ പൊതുസമൂഹം നിന്ന് കൊടുക്കൂല എന്നുള്ളതാണ്. രണ്ടാമത് അവർ ചെയ്തത്, രണ്ടാം ഊഴം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള ആ മാൻഡേറ്റ് ഇന്ന് ജനങ്ങൾ തലയിൽ കഴിച്ച് പറയുകയാണ്, ഈ ദുർഗതി എന്ന് തീരുമെന്ന് വീട്ടിലെ പ്രായമായ അമ്മമാർ മുതൽ ഇഞ്ഞ ചെറുപ്പക്കാർ വരെ പറയുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം മാർക്സിസ്റ്റ് പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി എങ്ങനെ മുഖ്യധാരയിൽ നിന്നും മാറ്റി എഴുതപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു വാട്ടർലൂവാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഒരു വലിയൊരു മാറ്റത്തിന്, ഒരു റിനൈസൻസ് കേരളത്തിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ഇലക്ഷൻ 4-ന് ശേഷം കേരളത്തിൽ കാണാൻ പോകുന്നത്, ഭാരതത്തിൽ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ കേരളം മോദി തരംഗത്തിനൊപ്പം പോകുന്നതിൻ്റെ സൂചനകളാണ് ഇതിൽ പല സർവേകളുടെയും ഈ കണ്ടെത്തലുകൾ. അത് സത്യമാണ് എങ്കിൽ LDFും BJPയും തമ്മിലുള്ള വോട്ട് ഷെയറിൻ്റെ അന്തരം വെറും 2%. ഇവർ പറയുന്ന 3 സീറ്റുകൾ അത് നമ്മൾ മുഖവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 കേന്ദ്രമന്ത്രിമാരും വിജയിക്കുകയാണ്. ഒപ്പം കേന്ദ്രത്തിനോടൊപ്പം അല്ലെങ്കിൽ മോദിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ പ്രവർത്തിച്ച സുരേഷ് ഗോപിയും വിജയിക്കുകയാണ്. ആ രീതിയിൽ LDFിൻ്റെയും UDFിൻ്റെയും കോട്ടകൾ ഒരുപോലെ തകർക്കുന്നു. 25% വോട്ടിംഗ് വിഹിതം വർദ്ധിപ്പിക്കുന്നു. ത്രിപുരയ്ക്ക് സമാനമായ ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കുന്നു. ഭരണം പിടിക്കാനുള്ള ഒരുക്കങ്ങൾ കേരളത്തിലെ BJPക്ക് തുടങ്ങാറായോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാരണം കേരളത്തിലൊരു മാറ്റം അനിവാര്യമാണ്. കേരളം എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയെക്കാട്ടും ഏറ്റവും അധികം ജാതി മത രാഷ്ട്രീയമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ അവർക്ക് എന്ത് അജണ്ടയുടെ പുറത്താണ് പിടിച്ചു നിൽക്കുന്നത്? അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആ ജാതിപരമായിട്ട് ഒരു കോർണർ ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ട് CPMനും കോൺഗ്രസിനും ജയിക്കാമെന്നുള്ള ആ വിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ തകർത്തെടുക്കപ്പെടുന്നു. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം കൊണ്ട് ഈ രാജ്യത്ത് ഒരാൾക്കും എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി പറഞ്ഞതാണ്, ദക്ഷിണേന്ത്യയിൽ കാണാൻ പറ്റില്ല. നരേന്ദ്രമോദിജി കന്യാകുമാരി വന്നത് ഗിമിക്കാണ്, ദക്ഷിണേന്ത്യയിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളെ കണക്കുകൂട്ടൽ സർവേയിൽ അത് ഏതാണ്ട് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ കണക്കുകൂട്ടൽ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയോടൊപ്പം ചേരുകയാണ്. കാരണം ഉത്തരേന്ത്യയോടൊപ്പം ചേർന്നാൽ ഭാരതത്തിൻ്റെ ഭാഗമാക്കാതെ ചെറിയ ചട്ടക്കൂടിനകത്ത് സ്റ്റാലിനായിരുന്നാലും ഇപ്പുറത്ത് തെലങ്കാനയായിരുന്നാലും ആന്ധ്രയായിരുന്നാലും കേരളവുമായിരുന്നാലും ഒരൊറ്റ സർക്കിളിനകത്ത് നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയം നടത്തുകയാണ്. ഇതെല്ലാം ജാതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിൽ നിന്നും ഒരു മോചനം ഈ ദക്ഷിണേന്ത്യൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുന്നോട്ട് വരുന്ന BJPയെ അംഗീകരിക്കുന്ന, നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്ത് ആകമാനമുണ്ടായിട്ടുള്ള മാറ്റത്തിനോടൊപ്പം കേരളവും അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയും ഈ ഗവൺമെൻറ്റുമായി, നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നു. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നായിരുന്നാലും, ആറ്റിങ്ങൽ നിന്നായിരുന്നാലും, തൃശ്ശൂരിൽ നിന്നായിരുന്നാലും, ആലപ്പുഴയിൽ നിന്നായിരുന്നാലും, പത്തനംതിട്ടയിൽ നിന്നാലും ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ആ ജയിക്കുന്ന ആൾ വെറുതെ കാഴ്ചക്കാരനായി ഇരിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജനം ആഗ്രഹിക്കുന്നു, ആ കാഴ്ചക്കാരനല്ല ഇനി കേരളത്തിന് ആവശ്യം, കഴിവുള്ള ജനപ്രതിനിധിയാണ്, ഞങ്ങൾക്ക് കാര്യം ചെയ്യാനുള്ള പ്രാപ്തിയുള്ള ജനപ്രതിനിധിയാണ് ആവശ്യമെന്ന് ജനങ്ങളുടെ ഉറച്ച തീരുമാനമാണ് ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കും കേരളത്തിലോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത്.
മറ്റൊരു കാര്യം, ഇപ്പം പ്രധാനമന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ അമിത്ഷാ കേരളത്തിൽ വേണ്ടത്ര രീതിയിൽ പ്രചരണം നടത്തിയില്ല, അതൊരു പ്രവർത്തകർക്കുണ്ടായ ഒരു തിരിച്ചടിയാണെന്നൊക്കെ ഒരു വിമർശനമായ കാലത്ത് ഉണ്ടായി. ഒരിക്കലുമില്ല. നമ്മൾ പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ സന്ദർശനം അനൗൺസ് ചെയ്യപ്പെട്ടു. അത് പല പ്രാവശ്യം അനൗൺസ് ചെയ്യപ്പെട്ടു. സാഹചര്യങ്ങൾ, ഒരു പ്രാവശ്യം പനിയായിരുന്നു, സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ കഴിഞ്ഞ 1.5 വർഷക്കാലം കൊണ്ട് അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ശ്രീ JP നദ്ദാജിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും ഒക്കെ ഭാരതത്തിൽ BJPക്ക് NDAക്ക് 400 സീറ്റ് വരുമെന്ന് പറയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയോ അല്ലെങ്കിൽ മറ്റുള്ള ഇന്ത്യയുടെ നേതാക്കൾ പറയും പോലെ സ്വപ്നങ്ങളിൽ നിന്നല്ല. ഇത് കഴിഞ്ഞ 1.5 വർഷക്കാലം കൊണ്ട് ചിട്ടയായ പ്രവർത്തനത്തിലും സംഘടനാ കരുത്തിലും പ്രവർത്തകർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇത് മോണിറ്റർ ചെയ്യുന്നവരെല്ലാമാണ്. കേരളത്തിലെ പ്രവർത്തനം ഉൾപ്പെടെ കൃത്യമായിട്ട് സംസ്ഥാന പ്രസിഡന്റുമായിട്ടും സംഘടനാ ജനറൽ സെക്രട്ടറിയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ട് നിരവധിയായിട്ടുള്ള തവണ ഇരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന അത്രയ്ക്ക് അച്ചടക്കത്തോടു കൂടി കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്ത് ചെയ്യുന്ന വലിയൊരു പ്രവർത്തനമാണ് ഈ പ്രവർത്തനം. അതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും സംഘടനാ പ്രവർത്തകരുടെയും ഒത്തൊരുമയുള്ള സംഘടനയുടെയും വിജയമാണ് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയുന്ന 370 BJP ഒറ്റയ്ക്കും 400 എന്ന് പറയുന്ന NDAയും എന്ന് പറയുന്ന കണക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ആകാശത്തിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുലും ഒക്കെ വെള്ളം തലയിൽ ഒഴിച്ചുകൊണ്ട് പറയുന്ന മന്ത്രങ്ങളല്ല. ഇത് അടിസ്ഥാനപരമായിട്ട് സംഘടനാ ശക്തിയുടെ നിലവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റിനൊക്കെ ഒരുപാട് ആൾക്കൂട്ടമുണ്ട്, ഞങ്ങൾ ജനങ്ങളുമായിട്ടാണ് സംവദിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ നടത്തുന്ന അഴിമതികൾ, കേന്ദ്രത്തിൽ അവർ അധികാരത്തിന് വേണ്ടി വടംവലി കൂട്ടുന്ന കഥകൾ, ഇതെല്ലാം വീടാന്തരം കയറി പറയണമെങ്കിൽ ഒരു വലിയ മിഷണറി വേണ്ടേ ഈ രാജ്യത്ത്? ആ മിഷണറിയുടെ വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ വിജയം എന്ന് പറയുന്നത്. സംഘടനാ കരുത്തിന്റെ ബലമാണ് ഈ വിജയം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ എന്തെങ്കിലും വിളിച്ച് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പറഞ്ഞിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കുകളിലേക്ക് കയറാൻ സാധിച്ചു എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ UDFന്റെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ UDFന്റെ കോട്ടകളിലേക്ക് കയറാൻ സാധിച്ചിട്ടില്ല എന്നും പറയേണ്ടി വരും. അത് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സാന്നിധ്യമാണോ? രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ BJPക്ക് ചെറുക്കാൻ കഴിഞ്ഞില്ലേ? ഇല്ല, കേരളത്തിലെ രാഹുൽ ഗാന്ധിയിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കേരളത്തിനകത്ത് ഒരു എന്തെന്ന് പറയാൻ പ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസും എല്ലാം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഒരു. പക്ഷേ ഇപ്രാവശ്യം വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ആ ഒരു എന്തെന്ന് പറയാൻ ആ ഒരു ഉയർച്ച കിട്ടിയിട്ടില്ല. മറ്റു സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺഗ്രസിൻ്റെ ഉയർച്ച വരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ടാണെന്നേ. കൃത്യമായിട്ടുള്ള BJP ജയിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? BJP ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങളെ ആരാണ് പറഞ്ഞത്? 1ാം ഘട്ടം നടക്കുന്ന സമയത്ത് 2ാം ഘട്ടം നടന്ന കേരളത്തിനകത്ത് തെരഞ്ഞെടുപ്പാണ്. 1ാം ഘട്ടവും 2ാം ഘട്ടവും ഇന്ത്യ മഹാരാജ്യം ചർച്ച ചെയ്തത് രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളാണ്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ്, ഇനി ഭാരതത്തിൽ കൊണ്ടുവരാൻ വരുന്ന പുതിയ പദ്ധതികളാണ്. ഈ പദ്ധതികൾ മുന്നോട്ട് വെച്ച് പോകുന്ന സമയത്ത് ഒരിക്കലും ഇതുമായി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് ഒരു കൺസോൾട്ടേഷൻ, ജാതിപരമായിട്ടും അല്ലാതെ മതപരമായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഈ രാജ്യത്തുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിലൊരു പക്ഷേ കേരളത്തിലും കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിനകത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസിന് കിട്ടുന്നത് BJP എല്ലാം കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ട് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലൂടെ കൂടി കുറച്ച് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇന്നലെ വരെ നിന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ പോലും ഇന്ന് മാറ്റം ചിന്തിച്ചുകൊണ്ട് അവരുടെ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് ജൂൺ 4 റിസൾട്ട് വരുമ്പോൾ ഒരു 12 മണിയോടുകൂടി കോൺഗ്രസിനും എല്ലാവർക്കും മനസ്സിലാവുമെന്നുള്ളതാണ്. ഈ നാഷണൽ ടാലി നോക്കിക്കഴിഞ്ഞാൽ ദേശീയ നേതൃത്വത്തിന് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവർ 370 കടക്കും 400ലേക്ക് എത്തും എന്നൊക്കെ ഈ അവസാന ഘട്ടവും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിൽ അവർ ഒരുക്കങ്ങൾ പോലും, പുതിയ മന്ത്രിസഭയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ സത്യപ്രതിജ്ഞയ്ക്കുള്ള വേദി പോലും തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഇത്തരമൊരു പാർട്ടി വിലയിരുത്തലുകളിൽ ഇത്തരമൊരു മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ഈ വിജയം, ഇതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വിജയമാണ്. ഈ വിജയം ഈ പറയുന്നത് പോലെ കേരളത്തിലുണ്ടായാൽ ഇത് നിലനിർത്തി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലേക്കും തുടർന്ന് അസംബ്ലിയിലേക്കും ഉള്ള തിരഞ്ഞെടുപ്പുകളിൽ തോളിലേറ്റി കൊണ്ടുപോകാൻ BJPയുടെ സംസ്ഥാന നേതൃത്വം ഒരുങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ സംഘടനാ പ്രവർത്തനം അത് ഒരു ചിട്ടയായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു പക്ഷേ ഇന്ന് ഇരിക്കുന്ന ആളായിരിക്കില്ല നാളെ ഇരിക്കുന്നത്. പക്ഷേ പ്രവർത്തനം എന്ന് പറയുന്നത് അത്
ഒരു ഞാനാണ് ചങ്ങല പോലെയാണ്, അത് ബന്ധമായിട്ട് ബന്ധിച്ച് പോകുന്ന സംവിധാനമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പാർലമെന്റ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു രാഷ്ട്രീയ പാർട്ടിയും എന്നുള്ള സംഘടനാ പ്രവർത്തനവും എന്നുള്ളത് തികച്ചും ഇലക്ഷന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതല്ല. സമൂഹത്തിന്റെ ഇടയിൽ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കപ്പെടുന്ന സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി, NDA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രാത്രി മുതൽ അടുത്ത പിറ്റേ ദിവസം തൊട്ട് ചെയ്യണം. നമുക്കറിയാം തിരുവനന്തപുരത്ത് നിരവധിയായിട്ടുള്ള സമരങ്ങൾ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന റോഡ് വിഷയങ്ങളെല്ലാം നിരവധിയായിട്ടുള്ള സമരങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നു. ഒരു സൈഡിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് അത് കേരളത്തിൽ എൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ വയനാട് ഒരു പഞ്ചായത്തിൽ നിന്നുമാണ് അതിൻ്റെ പ്രവർത്തനം ഇലക്ഷൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനം അത് എണ്ണയിട്ട യന്ത്രം പോലെ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. വിജയങ്ങൾ അതിനോടൊപ്പം വരുന്ന ഞങ്ങൾക്ക് കരുത്ത് പകരുന്ന സംവിധാനങ്ങളാണ്. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇനിയും അതേ വികാരത്തോടുകൂടി അതേ വിചാരത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിലൊന്നും ഒരു ഇതുമില്ല. അതൊക്കെ പുറത്ത് പറയുന്നതൊക്കെ വെറുതെ പാർട്ടി അറിഞ്ഞുകൂടാതെ കുറച്ച് ആൾക്കാർ പറയുന്ന വസ്തുതകൾ മാത്രമാണ്. ഈ തിരുവനന്തപുരത്ത് താങ്കൾ തിരുവനന്തപുരത്ത് ജില്ലയുടെ ഉപ അധ്യക്ഷൻ കൂടിയാണല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ സിറ്റിംഗ് ആയിട്ടുള്ള ശശി തരൂർ അദ്ദേഹം മത്സരിക്കുന്നു, എതിരെ ഒരു പുതിയ സ്ഥാനാർത്ഥി വരുന്നു. ആ മുഖം വോട്ടർമാർക്ക് പരിചയപ്പെടുത്താൻ ഒരു വലിയ ചാലഞ്ചായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശശി തരൂരിന് സ്ട്രോങ് ആയിട്ടുള്ള കുറേ മേഖലകളുണ്ട്. ആ മേഖലകളെ മറികടക്കാനായി നിങ്ങളുടെ ഒരു ടാക്ടിക്സ് എന്തായിരുന്നു? അല്ല, ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഒരു 1.5 വർഷത്തിന് മുമ്പേ ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള താഴെത്തട്ടിൽ ബൂത്ത് പ്രവർത്തനം ചിട്ടയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം XOR ആര് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും ആ സ്ഥാനാർത്ഥിയെ ആ സ്പോട്ടിൽ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി നിർത്താനുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖർജി ഒരു പക്ഷേ നമുക്കറിയാം ഒരു യങ് ജനറേഷനും അതോടൊപ്പം തന്നെ സിറ്റി നഗര ജീവിതം നയിക്കുന്നതായിട്ടുള്ള ആൾക്കാർ, അത് പാറശാലയായിരുന്നാലും തിരുവനന്തപുരത്തായിരുന്നാലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം IT മേഖലയിൽ ഉണ്ടായിട്ടുള്ള വൻ കുടിച്ചുചാട്ടത്തിന് ഉടമയാണ് എന്നുള്ള വസ്തുത അറിയാമെന്നുള്ള വലിയൊരു ജനറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ TP ശ്രീനിവാസൻ സാറിനെ പോലെയുള്ള ആൾക്കാർ ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ശശി തരൂരിനെയാണ് സഹായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരെല്ലാം മാറി ഇദ്ദേഹത്തെ പോലെയുള്ള ആൾ വന്ന സമയത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു ശക്തിയും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ ഒരു കരുത്തും അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയും അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി കാര്യം നടക്കും. കാരണം കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് ഇവിടെ ഒരു കാര്യവുമില്ല. കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷക്കാലത്ത് കടലിൽ ഭിത്തി പോകുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് നിരവധി ഓക്കി വന്നിട്ടുണ്ട്, സുനാമി വന്നിട്ടുണ്ട്. അന്നൊന്നും ഇദ്ദേഹമില്ല. കോവിഡ് സമയം വന്നിട്ടുണ്ട്. അതെ, അന്നൊന്നും ഇദ്ദേഹമില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ വേണമോ, ഇനി കാര്യം നടത്തുവാൻ വേണ്ടി ഒരാളിനെ വേണോ എന്നുള്ളതായിരുന്നു തിരുവനന്തപുരം ജില്ല ചിന്തിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ്. കാരണം ഇനി നമുക്ക് ഇദ്ദേഹത്തെ പരീക്ഷിക്കണോ? പലഘട്ടം പരീക്ഷിച്ച് മടുത്തു. അദ്ദേഹത്തിനെ ജയിപ്പിച്ച് അദ്ദേഹത്തിന് ഡൽഹിയിലും അമേരിക്കയിലൊക്കെ പറന്നു പോകാൻ വേണ്ടിയിട്ടാണ് ജയിപ്പിക്കുന്നതെങ്കിൽ പാർലമെന്റിൽ പോയി തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു കാര്യം പോലും ചെയ്യാൻ സാധിക്കാതെ ഇപ്പം നമുക്കറിയാം ഇദ്ദേഹം തിരുവനന്തപുരത്തെ മഴക്കെട്ടിന് വേണ്ടി ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി 200 കോടി രൂപ അനുവദിക്കുകയാണ്. അതായത് അദ്ദേഹം ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല അവിടെ ചെയ്യുന്നത്. അദ്ദേഹം കർമ്മമണ്ഡലമാക്കിയ ഭൂമികയിൽ ആ ഭൂമികയിൽ എന്ത് വീഴ്ചയുണ്ടോ ആ വീഴ്ച പരിഹരിക്കാനുള്ള ആ പദ്ധതികൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തിരുവനന്തപുരത്തെ കുറച്ചുകൂടെ ജനങ്ങൾ, ചില ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, ഞങ്ങൾ ചെയ്യാത്ത തെറ്റായി പോയി എന്ന് ഉള്ളിൽ തോന്നിയ ആൾക്കാരുണ്ടായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതാണ് ഒരു പ്രാവശ്യം അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച ഒരു വ്യക്തിയും അദ്ദേഹത്തിന് വോട്ട് കൊടുക്കില്ലെന്നോ അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് നിരവധിയായിട്ടുള്ള ആൾക്കാരറിയാം. കടലോര മേഖലയിൽ അല്ലാത്ത മേഖലയിൽ ഗ്രാമീണ മേഖലയിൽ നിന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകുമെന്ന് പറയുന്നത്. കാരണം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഉറപ്പാണ്. ഞാൻ കേട്ടി ശ്രീമാൻ ശശി തരൂരിനെ സംബന്ധിച്ചുള്ള ശശി തരൂരിന് തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റ് നിങ്ങൾ ഇവിടെ ഇരിക്കുകയല്ലേ, നിങ്ങളൊന്ന് ഫോൺ വിളിച്ചിട്ട് ജില്ലാ പ്രസിഡന്റ് ഒന്ന് വിളിച്ചേക്കണം, ശ്രീ പാലോട് രവി വിളിച്ചേക്കണം, ശശി തരൂരിൻ്റെ നമ്പർ തരുമോ എന്ന് കേട്ടോ. ഇങ്ങനെ നമ്പർ പോലും ഇല്ല. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ, കാരണം ഒരു ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും കാണാൻ പറ്റുന്ന ഒരാളല്ല. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള സംവിധാനമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരാൾ വേണോ ജനങ്ങളുമായിട്ട് എന്നും സംവേദിക്കുന്ന, ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്ന. അതിലുപരി തിരുവനന്തപുരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തിൻ്റെ എല്ലാ ക്യാപിറ്റൽസ് എത്തിയും വർണ്ണാഭങ്ങളാണ്. നമ്മളിപ്പോൾ ഉത്തർപ്രദേശിൽ പോയാലും ഈവൻ ചെന്നൈ പോയാൽ പോലും ബാംഗ്ലൂർ പോയാൽ പോലും അതൊക്കെ എന്തുമാത്രം വികസനങ്ങളാണ് ഇങ്ങനെ. തിരുവനന്തപുരം നിങ്ങൾ നോക്കിയാണ്. നമ്മൾ ഈ തത്വമയിലെ മുഴുവൻ പ്രേക്ഷകരും ചിന്തിക്കണം. തിരുവനന്തപുരം അന്നും വെള്ളക്കെട്ടി വൃത്തിഹീനമായിട്ട് തന്നെ നമ്മൾ പറയുമ്പോൾ തിരുവനന്തപുരത്തിനെതിരാണെന്ന് പറയും. ഒരാൾ പോലും തിരുവനന്തപുരത്തിനെ നഗരവൽക്കരണത്തിനും വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചതിന് അതിമനോഹരമായിട്ടൊരു ഭൂമിക കേരളത്തിന്റെ തലസ്ഥാന നഗരി എന്ന് പറയുമ്പോൾ ആത്മാഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് മാറ്റണം എന്ന് ചിന്തിച്ച ഏതെങ്കിലും എംപിമാരുണ്ടോ?
ഏതെങ്കിലും കേരളത്തിലെ മന്ത്രിസഭകളുണ്ടോ? കേരളത്തിൽ 3-4 മന്ത്രിമാർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഉണ്ട്. എന്തെങ്കിലും തയ്യാറെടുത്ത് അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഇത് ആകപ്പാട റെയിൽവേയിൽ വന്നിട്ടുള്ള രാജേട്ടന്റെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള 1-2 മാറ്റങ്ങളല്ലാതെ തിരുവനന്തപുരത്ത് എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? ബാഴ്സലോണ എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം, ബാഴ്സലോണ ഭയങ്കര പ്രഖ്യാപനം. അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷേ അത്രയും വെയിറ്റ് ആയതുകൊണ്ട് കൊണ്ടുവരില്ലെന്നാണ് തോന്നുന്നത്. കുറേ കാലങ്ങളായിട്ട് ബാഴ്സലോണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഗിമ്മിക്കുകളാണ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കേട്ടപ്പോൾ പറയുന്നത് കോർപ്പറേഷൻ്റെ പ്രശ്നം കൊണ്ടിട്ടാണ് അത് നടക്കാൻ പറ്റുക. കോർപ്പറേഷൻ എന്ത് പ്രശ്നം? പറഞ്ഞാൽ വാക്ക് പാലിക്കണം. ഞാനൊരു കാര്യം പറയണം, ഞാൻ നാളെ ഇന്ന പദ്ധതി ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഞാൻ പഠിക്കണ്ടേ? വെറുതെ പറയാനാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പ്രകടന പത്രിക ഉണ്ട്, തിരുവനന്തപുരത്തിൻ്റെ മാനിഫെസ്റ്റോ ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കുറേ ദിവസങ്ങളായി പഠിച്ച് വ്യക്തമായിട്ട് ഇത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഉറപ്പ് വാങ്ങിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ മാനിഫെസ്റ്റോ എല്ലാ ജനങ്ങളോടും പറഞ്ഞു, ഇത് തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന മാനിഫെസ്റ്റോയാണ്, ഇത് ചെയ്യാനുള്ള കാര്യമാണ്, ഇത് ഞങ്ങൾ ചെയ്തിരിക്കും, ഞങ്ങൾ ജയിച്ചാൽ ഇത് ചെയ്തിരിക്കും എന്ന് ഞങ്ങൾ പറയും. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളടുത്ത് വോട്ട് ചോദിക്കാൻ വേണ്ടി വരുന്നത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്കത് പറയാൻ വേണ്ടി സാധിച്ച 1-2 ദിവസം കൊണ്ട് ആൾക്കാരെ മണ്ടനാക്കാൻ വേണ്ടിയിട്ടുള്ള ഗിമ്മിക്കായിട്ടുള്ള ഒരു പ്രകടന പത്രികയല്ല. ഇത് ജനങ്ങൾ നേരിട്ടറിയുന്ന പാറശാല മുതൽ കഴക്കൂട്ടം വരെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് 1.5 മാസക്കാലം കൊണ്ട് പഠിച്ച് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്ന് ഉറപ്പ് കിട്ടിയതിന് ശേഷം ചെയ്ത പ്രകടന പത്രികയാണ് തിരുവനന്തപുരത്ത് ജനങ്ങളിൽ NDA ഇറക്കിയ പ്രകടന പത്രിക എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് കേരളത്തിനകത്ത് ഞങ്ങൾ ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഊർജ്ജവും കരുത്തും തന്നെയാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിൽ ജനങ്ങൾ 100% ഞങ്ങളോടൊപ്പം വിശ്വസിച്ചു എന്ന് ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് ഈ പല സ്ഥലത്തും BJPക്കും NDAക്കും ഉണ്ടാക്കാൻ പോകുന്ന നേട്ടം എന്ന് പറയുന്നത്. ഈ വടകരയിൽ ആര് ജയിച്ചു കഴിഞ്ഞാലും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇതിൽ കൂടുതൽ റോള് വഹിക്കാനുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും വടകരയെ സംബന്ധിച്ചിടത്തോളം ആര് ജയിച്ചാലും അവിടെ BJPക്ക് വ്യക്തമായിട്ട്, കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അവിടെയും സംഭവിക്കാൻ പോകുന്നത് ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് കൂടി നമ്മളവിടെ ചിന്തിക്കും. വയനാട് ജനങ്ങളെ പറ്റിച്ചു കഴിഞ്ഞു ഓൾറെഡി. അത് ഒരു ആളും ചെയ്ത ഞാൻ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് വെച്ചാൽ ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, ഞാൻ വയനാട് മത്സരിക്കും, ഞാൻ അയോധ്യയിലും മത്സരിക്കുമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. എന്തിന് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് വയനാട്ടിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ആ വയനാട്ടിൽ മത്സരിച്ചുകൊണ്ട് ഒരു കൺസോൾട്ടേഷൻ നടത്തുന്നു, അതിനുശേഷം പിന്നെ പോയി റാർബറയിൽ മത്സരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ കേരളത്തിലെ വയനാടത്തെ ജനതയും കേരളത്തിലെ കോൺഗ്രസ്സുകാരെയല്ലേ പറ്റിച്ചിട്ടുള്ളത്? കേരളത്തിലെ കോൺഗ്രസ്സുകാരെ പറ്റിച്ചിരിക്കുകയാണ്. ഇത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെയും പറ്റിച്ചിട്ടുണ്ട്. അതായത് കക്ഷിക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംവിധാനമല്ല. നമ്മളൊരു മെനിഞ്ഞാന്ന് നടന്ന തെരഞ്ഞെടുപ്പ് രാജ്യങ്ങളിൽ കണ്ടല്ലോ, ഈ നരേന്ദ്രമോദിജി ആണെങ്കിൽ 8-9 പൊതുയോഗങ്ങളിലാണ് ഒരു ദിവസം പോകുന്നത്. ആ പൊതുയോഗങ്ങളിലൊക്കെ പോയി ആൾക്കാർ ഇത് കണ്ട് സംവേദിച്ചു, പ്രസംഗമൊക്കെ നടത്തി. ഇദ്ദേഹം 2ാമത്തെ വേദിയിൽ വന്ന് നിന്നിട്ട് ആൾക്കാരുടെ കാണിക്കുന്ന തലയിൽ വെള്ളം കുടിക്കുന്ന തലയിൽ. അപ്പോൾ ഇതാണ് ഒരു ലീഡർ. ജനങ്ങൾ ചിന്തിക്കും ഇതാണ് ഒരു ലീഡർ. കുറച്ച് ചൂട് സഹിക്കാൻ സാധിക്കാത്ത ഒരാളാണ് ഈ രാജ്യത്തെ നയിക്കാൻ പോകുന്നത്. ശകലം സൂര്യപ്രകാശം അടിക്കുമ്പം തകർന്നു പോകുന്ന കരുത്താണെങ്കിൽ ഈ രാജ്യത്തെ നയിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഗിമ്മിക്കുകൾ മാത്രം, അതൊരു കോമാളി വേഷമായിട്ട് കക്ഷി പോവുകയാണ്. അങ്ങനെ ഒരാളിനെ രാജ്യത്ത് ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുവാനോ അല്ലെങ്കിൽ പ്രധാന പോസ്റ്റിലെത്താൻ വേണ്ടി പോലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് ഏതാണ്ട് 2 അക്കത്തിന് താഴെ, കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് കയറിപ്പോയ ഒരു 10 സീറ്റ് 52 എന്നുള്ള 62 മാക്സിമം കോൺഗ്രസ് എന്നുള്ള പാർട്ടി തീരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഈ സിജു, നമ്മൾ പ്രതീക്ഷിച്ച പല ഹെഡ്ലൈനുകളും പല മാധ്യമങ്ങളിലും വരുന്നുണ്ട്. NDA 400 കടക്കില്ല, അതാണ് ചില മാധ്യമങ്ങൾ വരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദേശീയ തലത്തിൽ ഈ BJPയുടെ പ്രകടനം സംബന്ധിച്ച് 2 അഭിപ്രായം ഉണ്ടായിരുന്നു. ഒന്ന്, BJP ഉത്തരേന്ത്യയിലെ അതിൻ്റെ കോട്ടകൾ കാക്കും, കാരണം അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോട്ടകൾ കാക്കും. ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ വാരും. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ അവർ വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ 400 കടക്കുകയും ചെയ്യും. ഇതൊന്ന്. 2ാമത്തെ കാര്യം, BJPക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അത് ദക്ഷിണേന്ത്യയിൽ BJP പരിഹരിക്കും. ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന കണക്കുകൾ അനുസരിച്ച് ചില നഷ്ടങ്ങളുണ്ട്. ഉത്തർപ്രദേശിൽ ചില സീറ്റുകൾ കുറയുന്നുണ്ട്, രാജസ്ഥാനിൽ കുറയുന്നുണ്ട്. ഇതൊക്കെ ചില നഷ്ടങ്ങളാണ് ഉത്തരേന്ത്യയിൽ. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ. ഈ ഒരു ഇതിനെ കവച്ചു വെച്ച ഒരു തരംഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 400 കടക്കുകയും ചെയ്യും. ഏതായിരിക്കും നമ്മൾ അന്തിമ ഫലം ഇതിൽ നിന്നും കുറവാണോ കൂടുതലാണോ പ്രതീക്ഷിക്കേണ്ടത്?
നമ്മൾ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് അല്ലെങ്കിൽ എക്സിറ്റ് പോളിന്റെ ഫലമാണ് നമ്മൾ കണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിൽ വേണം നമുക്ക് ഇതിനൊക്കെ സമീപിക്കാനായി. നാം കണ്ടിരിക്കുന്നത് നേരത്തെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ട്രെയിലർ മാത്രമാണ്, ഇന്ത്യയിലുള്ള ശരിക്കുള്ള സിനിമ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പല അസംഷനിലും നമുക്ക് ആ രീതിയിൽ എത്താം എന്നതിൽ കവിഞ്ഞ് അതിന് വലിയൊരു പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഇപ്പം 400 അതെ 400-ൽ എത്തുക എന്ന് പറയുന്നത് BJP ഒരു മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യം നിർണ്ണയിക്കൽ മാത്രമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നമ്മൾ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ 400 ഒരു ലക്ഷ്യമാക്കി വെക്കുന്നു. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് എത്താനായി അതിനേക്കാളും വലിയ ഒരു ലക്ഷ്യം നമ്മൾ മുന്നെടുക്കുന്നു. അഥവാ അവിടെ എത്തിയില്ലെങ്കിൽ അതിനപ്പുറത്തെങ്കിലും, അല്ലെങ്കിൽ അവിടം വരെ എത്തിയില്ലെങ്കിൽ അതിനടുത്തെങ്കിലും എത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രവർത്തകർക്കും ഊർജ്ജം നൽകുന്നത്. ആ ഒരു ലക്ഷ്യമാണ് 400 എന്നാണ് എനിക്ക് തോന്നുന്നത്. 400 കിട്ടിയില്ല എന്നുള്ളത് ഒരു പക്ഷേ ഒരു കുറ്റമായിട്ട് പറഞ്ഞേക്കാം. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, നമ്മളെ പാർട്ടിയുടെ അനലൈസ് പ്രകാരം ഞങ്ങൾ 370 സീറ്റ് BJP ഒറ്റയ്ക്ക് പിടിക്കുമെന്നുള്ളതാണ്. NDA എങ്ങനെ പോയാലും 400-ന് മുകളിൽ വരും, NDA സഖ്യം എന്നുള്ളതിലേക്ക്. അത് തന്നെയാണ് നരേന്ദ്രമോദിജി പറഞ്ഞത്. പിന്നെ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്നലെ വരെ പറഞ്ഞത് ഈ ഖാർഗെ ആവുമോ, രാഹുൽ ഗാന്ധി ആവുമോ, സോണിയാഗാന്ധി ആവുമോ, ഇദ്ദേഹം നമ്മളെ AAP അദ്ദേഹം ആവുമോ എന്നുള്ളതായിരുന്നു, കെജ്രിവാൾ ആവുമോ എന്നുള്ളതായിരുന്നു സംശയം എന്നുള്ളത്. ഇന്നിപ്പം മാറി. ഇത്രയും മലക്കം മറിയാൻ സാധിക്കുന്ന കരുത്താണ് ഇന്നിപ്പോൾ അരുൺ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട്. അരുൺ ഇന്നലെ വരെ നരേന്ദ്രമോദിയെ കളിയാക്കി പറഞ്ഞൊരു വ്യക്തിയാണ്. കാരണം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കട്ടെ, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഉത്തരേന്ത്യൻ രാഷ്ട്രീയം വച്ചിട്ട് ഈ കേരളത്തിനകത്ത് ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഇപ്പം ജയ് ഹിന്ദു അതോടൊപ്പം തന്നെ കൈരളിയൊക്കെ പറയുമ്പോൾ അവർക്ക് രാഷ്ട്രീയ ചായ്വുണ്ടെന്ന് പറയാം. അവരെ കാട്ടിയൊക്കെ മുകളിൽ നിന്നുകൊണ്ട് ഓരോ പേരെടുത്ത് തന്നെ പറഞ്ഞ് ചിലപ്പോൾ പോയിട്ടില്ല. ഇത്തരം ഏഷ്യാനെറ്റ് ആയിരുന്നാലും അതോടൊപ്പം റിപ്പോർട്ടർ ചാനലായിരുന്നാലും ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിയെ താറടിക്കാൻ വേണ്ടി ശ്രമിച്ചത്? അവർക്ക് എന്ത് ലാഭമാണ് ഇതിൽ കിട്ടിയത്? ഇന്ന് നേരെ തിരിച്ച് മലക്കം പറയുന്നു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയെക്കാട്ടിയും അതപ്പതിക്കുന്ന മാധ്യമധർമ്മമാണ് ശരിക്കും കേരളത്തിനകത്ത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ കാണിക്കുന്നത്. സത്യസന്ധത എന്ന് പറയുന്നത് അവർ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും വീട്ടുകളിലും അവർക്ക് PR വർക്ക് കൊടുക്കുന്നതും മാസം തോറും പരസ്യം കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് അടിയറ വച്ചിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ്. അതാണ് ഇന്ന് ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം 200 സീറ്റ് ഇന്ത്യ പിടിക്കൂല, BJP 371 സീറ്റ് പിടിക്കും ഇന്ന് പറയണമെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിൽ? BJP അന്ന് പലവട്ടം നരേന്ദ്രമോദി പറഞ്ഞ സമയത്ത് അതിനൊക്കെ അധിക്ഷേപിക്കുവാനാണ് നിന്നത്. ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞാണ്, ഇവിടെ ഈ പണി നടക്കില്ല, ഈ പരിപ്പ് വേവൂല എന്ന് പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങൾ ഡൽഹിയിലും അതോടൊപ്പം തന്നെ വാരണാസിയിലും ഉത്തർപ്രദേശിലൊക്കെ പോയി നിന്നുകൊണ്ട് ഉത്തർപ്രദേശിൽ BJP ഞങ്ങൾ ഉറപ്പ് പറയുന്നത് അവിടെ 72 സീറ്റിന് മുകളിൽ BJP ഉത്തർപ്രദേശിൽ വരും. ഡൽഹിയിലെ 7 സീറ്റിലും BJP അധികാരത്തിൽ വരും. അതിന് പ്രശാന്ത് രഘുവംശത്തിന്റെ മീഡിയ എന്നല്ല, അവിടുത്തെ പരാമർശം കൊണ്ടല്ല, അവിടെ ജനങ്ങളെ കൃത്യമായിട്ട് ജനങ്ങളുമായി സംവദിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള ഗുണങ്ങൾ കിട്ടിയ ജനവിഭാഗങ്ങളുടെ കരുത്തിന്റെ പേരിലാണ് ഞങ്ങൾ പറയുന്നത്. അത് മഹാരാഷ്ട്രയിൽ ആയാലും ശരി തന്നെ, കർണാടകത്തിലായിരുന്നാലും ശരി തന്നെ. കർണാടകത്തിൽ ഞങ്ങളിപ്പോൾ മുഴുവൻ സീറ്റും കൊണ്ടുപോയിക്കോളൂ എന്നാണ് പറയുന്നത്. ഉറപ്പിച്ച് പറയാം, 26 സീറ്റ് കർണാടകയിൽ ഞങ്ങൾ ഇപ്രാവശ്യം പിടിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ വസ്തുതകൾ മനസ്സിലുള്ളിലിരിക്കെ കേരളത്തിനകത്ത് വന്ന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഗിമ്മിക്കുകൾ എന്തിനാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് എന്ത് വിജയമാണ് കിട്ടുന്നത്? നരേന്ദ്രമോദി ധ്യാനിക്കാൻ വേണ്ടി ഇവിടെ പോയിരുന്നാൽ ഇവർക്കെന്തോ നഷ്ടപ്പെടുകയാണ്. അദ്ദേഹം ധ്യാനിക്കാൻ തുടങ്ങിയ വർഷം ഈ ചാനലുകളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ധ്യാനം തുടങ്ങിയ വർഷത്തിലേക്ക് ഈ ചാനലുകളൊന്നും തന്നെ, മുഖ്യധാര രാഷ്ട്രീയ ചാനലുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ നരേന്ദ്രമോദിയെയും BJPയെയും ഇങ്ങ് എടുത്ത് പറിച്ച് മാറ്റിക്കളയെന്ന് കേരളത്തിലെ 4-5 ചാനലുകൾ വിചാരിച്ചാലും നടക്കൂല. അവർക്ക് ഇതേപോലെ എപ്പോഴും ഓന്തിനെ പോലെ ഒരു കുറേ ദിവസം BJPക്ക് എതിരായിട്ട് പറയാൻ, അത് കഴിഞ്ഞാൽ BJP അയ്യോ ജയിച്ചു എന്ന് പറയാനുള്ള ഞങ്ങൾ 4-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇന്നൊക്കെ അരുണൊക്കെ മാറ്റി പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല ജനാധിപത്യ വ്യവസ്ഥയിൽ, ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ എപ്പോഴും നിഷ്പക്ഷമായിരിക്കണം. പറയാം, ഒരു പരിധി വരെ പറയാം. ഒരു പരിധിക്കപ്പുറം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ മാത്രം സംരക്ഷിച്ച് പ്രവർത്തിക്കാനാണെങ്കിൽ അതിന്റെ പേര് മാറ്റിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരും കൂടി ആ ചാനലുകൾ കൊടുക്കണമെന്ന് ഉള്ള ഒരു അഭ്യർത്ഥന ഈ തത്വമയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കഴിഞ്ഞ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ 41 ദിവസവും
അതിനുശേഷം നടന്നിട്ടുള്ള 1.5 മാസക്കാലം ഇതിന്റെ പ്രേക്ഷകർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. കാരണം അത്ര മോശപ്പെട്ട പരാമർശങ്ങളാണ് സത്യത്തിൽ പറഞ്ഞത്. യാതൊരു വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു നിരത്തുന്ന ഈ മാധ്യമധർമ്മം ഒന്നും കേരളത്തിനകത്ത് വില പോകുന്നതല്ല. ഇവരെയൊക്കെ കേരളത്തിന് രാജ്യത്തിന് 4ാം കണ്ണായിട്ടൊന്നും കണക്കുകളെ 10ൽ പോലും കൊണ്ടെത്തിക്കാൻ വേണ്ടി ജനങ്ങൾ തീരുമാനിക്കില്ല. കാരണം ജനങ്ങൾ ഇവരെയും മടുത്തു തുടങ്ങിയിരിക്കും. ഏതൊരു വിമർശനമാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും നുണപ്രചരണമാണെങ്കിലും അതിന് ഇനി 3 ദിവസം കൂടി ആയുസുള്ളൂ. അവിടെ ജനങ്ങൾ തീരുമാനിക്കുകയാണ് ആരാണ് ഞങ്ങളുടെ ഭരണാധികാരി ആവേണ്ടതെന്ന്. അവരുടെ മാൻഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സമാപനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ ബംഗാളിൻ്റെ രാഷ്ട്രീയവും കൂടി ഒന്ന് പരാമർശിച്ചിട്ട് പോകാം എന്ന് കരുതുന്നു. കാരണം ആദ്യമായി തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാടിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്, BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോകുന്നത്. തമിഴ്നാടിൻ്റെ മാറ്റത്തെക്കുറിച്ച് എന്തു പറയുന്നു? തമിഴ്നാട്ടിൽ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ എൽ മുരുകൻജി സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള എന്ന് പറയുന്ന ഒരു ജാതിപരമായിട്ടൊക്കെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ കൂടിയാണ്. ചെന്നൈ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ, നല്ല കഴിവുള്ള വ്യക്തി. അദ്ദേഹം പ്രസിഡന്റായി വന്ന കാലം മുതൽ ആ കാലഘട്ടത്തിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ളൊരു മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഒരു വേലയാത്ര, രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ഒരു വേലയാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വേലയാത്ര എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എൽ മുരുകൻജിക്ക് സാധിച്ചു. അതിന്റെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിന്റെ ഫലമുണ്ടായി. അതിനുശേഷം എന്തായാലും നമ്മുടെ നേതൃനിര എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നാളെ എങ്ങനെ ആവണം അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥ എന്ന് ചിന്തിച്ചു കൊണ്ടിട്ടാണ് അതിന് ഉതകുന്ന തരത്തിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന അണ്ണാമലയെ പോലെ വ്യക്തിയെ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിനും അതേപോലെയുള്ള ഒരു ജനങ്ങളെ കൂടുതൽ ആകർഷിക്കാൻ പറ്റുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആകർഷിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം, വ്യക്തിത്വം, ആ വ്യക്തിത്വം അദ്ദേഹത്തിന് ഉണ്ടായത് അത് എല്ലാ മേഖലകളിലും എനിക്ക് തോന്നുന്നു പണ്ട് ഒരു 30-35 പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഇന്ന് തമിഴ്നാടിന്റെ ഇന്ത്യർ നുക്ക് ആൻഡ് കോർണറിലും എല്ലാ മുക്കിലും മൂലയിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഭാവം എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഒരു 3 മുതൽ 5 വരെയുള്ള സീറ്റുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ദക്ഷിണേന്ത്യ മാറുകയാണ്. ദക്ഷിണേന്ത്യയിൽ ജാതി മത രാഷ്ട്രീയം കൊണ്ട് ഇനി രക്ഷപ്പെടാൻ വേണ്ടി ഇവർക്ക് സാധിക്കില്ല. അതിൻ്റെ തുടക്കം കന്യാകുമാരിയിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. അത് തമിഴ്നാട്ടിൽ ശക്തമാകുന്നു. തൊട്ടടുത്തുള്ള സംസ്ഥാനമായ കേരളത്തിൽ ശക്തമാകുന്നു. കർണാടകത്തിൽ നേരത്തെ തന്നെ ശക്തമാണ്. അത് ആന്ധ്രയിലും തെലങ്കാനയിലും എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി അഗണ്യമായിട്ടുള്ള സീറ്റ് വർധന ഈ 2 സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിക്കും ഇന്ത്യക്കും ഉണ്ടാക്കും. അപ്പോൾ അതിനോടൊപ്പം തന്നെ എന്ത് രാഷ്ട്രീയ നെറുകേട് കാണിച്ചുകൊണ്ടും ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടും തങ്ങളുടെ അധികാരം പിടിച്ചു നിർത്താമെന്നുള്ള മമതാ ബാനർജിയുടെ അഹങ്കാരത്തിന് ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി കേൾക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അവിടെയും ഭാരതീയ ജനതാ പാർട്ടി ഏതാണ്ട് 26-നും 30-നും ഇടയ്ക്ക് സീറ്റിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ കുതിച്ചുചാട്ടം അവിടെ ഉണ്ടാകും. അത് ജനങ്ങളുടെ പാർട്ടിയുടെ വിലയിരുത്തലാണ്. അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോളിലും അത് 26 വരെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അതേ തരത്തിലേക്ക് പശ്ചിമ ബംഗാളിൽ മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് വിചാരിച്ച് സംസ്ഥാനത്തെ ചെറു രാഷ്ട്രീയ കക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് BJPക്ക് തകർത്ത് കളയാമെന്നുള്ള കോൺഗ്രസിന്റെ ഒരു ചെറിയ ഗിമ്മിക്ക്, അല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ അജണ്ട, ആ അജണ്ട പൊളിയാണ്. ആ അജണ്ട 100% പൊളിയുന്നു. ഇനി ആരെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, ആ രാഷ്ട്രീയത്തിന് കരുത്ത് പകരുവാൻ നരേന്ദ്രമോദിക്കും BJPക്കും NDAക്കും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഗ്രാമം മുതൽ നഗരം വരെ ആയിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു തേരോട്ടമാണ്. സത്യത്തിൽ അത് അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ പറയുന്നതല്ല, അതിൻ്റെ ഒരു വിജയമാണ്. ഞങ്ങൾ 100% ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളിലാണ് ഞങ്ങളുടെ പരമാധികാരി എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് ഓൾ ഇന്ത്യ പ്രസിഡന്റ് മുതൽ ഇനി താഴത്തെ ബൂത്ത് പ്രസിഡന്റ് വരെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരമാധികാരി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണ് എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ എത്ര കണ്ട് എന്തൊക്കെ പറഞ്ഞിട്ട് പോലും, എല്ലാ കുപ്രചരണം പറഞ്ഞിട്ട് പോലും ഈ പാർട്ടിയെ സ്നേഹിക്കുന്നത്, ഈ പാർട്ടിയുടെ അംഗമായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലും പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള മധ്യപ്രദേശിൽ 27 സീറ്റ് ഞങ്ങൾ പിടിക്കും. 27 സീറ്റ് ഞങ്ങൾ പിടിച്ചിരിക്കും. അതിനകത്ത് ഒരു സംശയവും. രാജസ്ഥാനിൽ മാത്രമാണ് ഒരു ചെറിയ 1-2 ഇതിന്റെ വ്യത്യാസം വേണ്ടത്. അതുപോലെ ഹരിയാന മുഴുവൻ സീറ്റ്, ഒരു സീറ്റിൽ മാത്രമാണ് ഒരു ചെറിയ ഡൗട്ട്. ബാക്കി ഹരിയാന ഉൾപ്പെടെ. അത് ഞാൻ പറയുന്നത് ഞങ്ങളുടെ സംഘടനാ മിഷണറിയുടെ കരുത്തിന്റെ പുറത്ത് തന്നെയാണ് പറയുന്നത്. അതിനൊന്നും ഒരു മാറ്റമില്ല. എങ്ങനെയൊക്കെ പിടിച്ചു കെട്ടാൻ വേണ്ടി ശ്രമിച്ചാലും ജനങ്ങൾ
നരേന്ദ്രമോദിയുടെ വിശ്വാസത്തിനാണ്. ആ വിശ്വാസത്തിന് കരുത്ത് പറയുന്ന റിസൾട്ട് ആയിരിക്കും ഈ പശ്ചിമ ബംഗാളായിരുന്നാലും രാജസ്ഥാനായിരുന്നാലും മധ്യപ്രദേശ് ആയിരുന്നാലും അതോടൊപ്പം തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായാലും ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലാണ് BJP പ്രവർത്തകർ. അതിന് ഉതകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെ ഇരട്ടിക്കുന്ന ഒരു അഭിപ്രായ സർവേ കൂടിയാണ്, എക്സിറ്റ് പോൾ കൂടിയാണ് വെളിയിൽ വന്നിരിക്കുന്നത്. ഏതായാലും ഒരു 2-3 ദിവസത്തിനകം ഇതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ അറിയാൻ പോവുകയാണ്. ഇത് ഒരു ആൻറ്റി ക്ലൈമാക്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലൂടെയാണ് BJP പ്രവർത്തകർ ഈ എക്സിറ്റ് പോളിനെ കാണുന്നത്.